നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കിഴക്കിൻ്റെ വെനീസാണ് ആലപ്പുഴ. കായലും തോടും പുഴകളും കൽപ്പവൃക്ഷങ്ങളും നിറഞ്ഞ ഭൂമിക. ശുദ്ധജല മത്സ്യങ്ങളുടെ ഈറ്റില്ലം കൂടിയാണ് ആലപ്പുഴയിലെ മണ്ണ്. അത്തരത്തിൽ കാൽനൂറ്റാണ്ടായി ആലപ്പുഴ നഗരമധ്യത്തിൽ പഴവീട് പ്രവർത്തിക്കുന്ന പമ്പ ഹാച്ചറിയിലേക്കാണ് ഇത്തവണ ഹരിതം സുന്ദരം യാത്ര പോകുന്നത്. അതിൻ്റെ നായകൻ ബിനോയ് ഞങ്ങളോടൊപ്പമുണ്ട്. കാണാം പമ്പ ഹാച്ചറിയിലെ കാഴ്ചകൾ. പ്രശാന്ത സുന്ദരമാണ് ആലപ്പുഴ. കണ്ടൽക്കാടുകളും പന്നൽ ചെടികളും പാടശേഖരങ്ങളും വിളഞ്ഞു നിറയുന്ന ഈ മണ്ണ് തന്നെയാണ് ബിനോയ് മത്സ്യകൃഷിക്കായി തിരഞ്ഞെടുത്തത്. ഏതാണ്ട് 8ഓളം വരുന്ന വിസ്തൃതമായ കുളങ്ങളിലാണ് മത്സ്യകൃഷി. കുളങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ജലജീവശാല തന്നെയാണ് ഓരോ കുളങ്ങളും. ഓരോ കുളങ്ങളും ഓരോ അക്വേറിയം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മത്സ്യങ്ങൾക്ക് ഇവിടെ വളരാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകമായി ബണ്ടൊരുക്കി, കുളത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ച്, കുളത്തിലെ വെള്ളത്തിൻ്റെ പ്രാണവായുവിൻ്റെ അളവ്, അമ്ല ക്ഷാരനില, ഓരോ മത്സ്യങ്ങൾക്കും യോജിച്ച വെള്ളം, ഇവയെല്ലാം കണ്ടുപിടിച്ച് തന്നെയാണ് കൃഷി. ഭാരതീയ കാർപ്പ് മത്സ്യങ്ങളായ രോഹു, കട്ല, മൃഗാൽ എന്നിവയെ കൂടാതെ ചൈനീസ് കാർപ്പ് മത്സ്യങ്ങളായ ഗ്രാസ് കാർപ്പും സൈപ്രിനസും ഒക്കെ ഇവിടെ വിളഞ്ഞു നിറയുന്നു. ഇതിലൊക്കെ ഉപരിയായി ഹരമാകുന്ന പുതിയ മത്സ്യങ്ങളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബിനോയുടെ മത്സ്യകൃഷിയുടെ മേന്മ. നമുക്കറിയാം, പെട്ടെന്ന് മുട്ടയിട്ട് പെരുകുന്ന ആഫ്രിക്കൻ മത്സ്യമായ തിലോപ്പിയയുടെ വിവിധ ഇനങ്ങൾ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി സെൻറ്റർ വികസിപ്പിച്ചെടുത്ത ഗിഫ്റ്റ് തിലാപ്പിയ, ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന തിലാപ്പിയയുടെ പുതിയ ഇനവും, അതോടൊപ്പം തന്നെ വിദേശ രാജ്യ നൈൽ നദിയിലും മറ്റും നീന്തി തുടിക്കുന്ന വിദേശ മത്സ്യങ്ങളായ റെഡ് ബെല്ലീഡ് നട്ടറുമൊക്കെ ഇവിടെ യഥേഷ്ടം നീന്തി തുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബിനോയുടെ കൃഷിയിടത്തിൻ്റെ മേന്മ. ആർക്ക് എപ്പോൾ വന്നാലും ഒരു നല്ല കൊയ്ത്ത് നടത്തി നല്ല മത്സ്യശേഖരത്തെ കൊണ്ടുപോകാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് പമ്പ ഹാച്ചറി. പമ്പ ഹാച്ചറി എന്നാൽ മത്സ്യങ്ങളുടെ പറുദീസയാണ്. കുട്ടനാടിൻ്റെ ഹൃദയഹാരിയായ ഭൂമിയിൽ തന്നെയാണ് പഴവീട്. 8ഓളം വരുന്ന വിസ്തൃതമായ കുളങ്ങളിലാണ് ബിനോയിയുടെ മീൻ കൃഷി. കുട്ടനാടിൻ്റെ സ്വാഭാവിക പ്രകൃതി പമ്പ ഹാച്ചറിയെ ചെറുതൊന്നുമല്ല സഹായിച്ചത്. വർഷത്തിൽ 2ഓളം കൃഷിയിറക്കാവുന്ന പാടങ്ങൾ, അവിടേക്ക് എപ്പോഴും വിരുന്നു വരുന്ന ദേശാടന പക്ഷികൾ, എരണ്ടയും ഓപ്പൺ ബില്ലുമെല്ലാം അക്കൂട്ടത്തിലുണ്ട്. കൊയ്തുപോയ വയലുകളിലെ തീറ്റ തേടി അവർ എങ്ങുനിന്നോ വരുന്നു. കണ്ടൽക്കാടുകളും പന്നൽ ചെടികളുമൊക്കെ ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. കുട്ടിക്കുറുമ്പന്മാർക്ക് നീർതെറ്റി നീരാടി കളിക്കുവാൻ എന്നും മടിത്തട്ടൊരുക്കുന്ന അമ്മയാണ് കുട്ടനാടൻ പ്രകൃതി. ഇവിടെയാണ് ബിനോയ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ കൃഷിതന്ത്രങ്ങൾ ഇറക്കിയത്. നാടിൻ്റെ കരുത്തും സൗരഭ്യവുമൊക്കെ ഉൾക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് കൃഷിയിലേക്കിറങ്ങി. വിസ്തൃതമായ 8ഓളം കുളങ്ങൾ. മീൻ കൃഷിക്കായി കുളങ്ങൾ സജ്ജമാക്കുക പ്രത്യേകം ജോലിയാണ്. കുളം വറ്റിച്ച് വരാൽ, കൂരി തുടങ്ങിയ മത്സ്യശത്രുക്കളെ ആദ്യം നശിപ്പിക്കണം. കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ചെളി കോരിയെടുത്ത് ബണ്ട് ഉറപ്പിക്കണം. മേൽവല കൃത്യമായി വിരിച്ചില്ലെങ്കിൽ റാഞ്ചി വരുന്ന പരുന്തും എരണ്ടകളും മത്സ്യങ്ങളെ കൊണ്ടുപോകും. എല്ലാം ശ്രദ്ധിച്ചു വേണം വെള്ളത്തിലേക്കിറങ്ങാൻ. അക്കാര്യത്തിൽ ബിനോയിയെ സഹായിക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മത്സ്യങ്ങൾ ഇറക്കുന്നതിനു മുമ്പ് തന്നെ ജലത്തിന്റെ അമ്ല ക്ഷാരനില പരിശോധിക്കണം. രാസ ഭൗതിക ഗുണങ്ങൾ വളരെ പ്രധാനമാണ്. അമ്ലക്ഷാരനില കുറഞ്ഞത് 7 എത്തിയിടത്തെ മത്സ്യങ്ങൾ വിളയൂ. സെന്റിന് 15 മുതൽ 20 ഗ്രാം വരെ ഉണക്കച്ചാണകം, 50 ഗ്രാം യൂറിയ, 50 ഗ്രാം രാജ്ഫോസ് എന്നിവ ചേർത്ത് കുളത്തിൽ പ്ലവകങ്ങൾ വളരാനുള്ള എല്ലാ അവസരവും ഒരുക്കണം. തുടർന്ന് വെള്ളം നിറച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നതുകൊണ്ട് പ്ലവകങ്ങൾ താനേ വളർന്നുകൊള്ളും. ജന്തുപ്ലവകങ്ങളും സസ്യപ്ലവകങ്ങളുമാണ് മത്സ്യങ്ങളുടെ തീറ്റ. ഇന്ത്യൻ കാർപ്പുകളായ രോഹു, കട്ല, മൃഗാൽ എന്നിവയെ കൂടാതെ ചൈനീസ് കാർപ്പുകളെയും ബിനോയ് വളർത്തുന്നുണ്ട്. മത്സ്യക്കുളങ്ങളുടെ ഓരം പറ്റി പച്ചക്കറികളുടെ കൃഷിയുണ്ട്. ചീരയും വഴുതനയുമൊക്കെ നന്നായി വിളയുവാൻ കൂട്ടാകുന്നത് കുളത്തിലെ വെള്ളത്തിൻ്റെ ചൈതന്യം തന്നെ. മത്സ്യങ്ങൾ മാത്രമല്ല, മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹാച്ചറി കൂടിയാണ് പമ്പ ഹാച്ചറി. പമ്പ ഹാച്ചറിയിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു വരുന്ന ധാരാളം കർഷകരുണ്ട്. ഇടം കുട്ടനാടായതിനാൽ ഏറ്റവും കൂടുതൽ പേർ അന്വേഷിച്ചു വരുന്നത് സാക്ഷാൽ കരിമീനെ തന്നെ. കരിമീൻ കേരളത്തിൻ്റെ മത്സ്യമാണ്. ശുദ്ധജലത്തിലും ലവണജലത്തിലും നന്നായി വളരുവാൻ കരിമീന് കഴിവുണ്ട്. മാതൃകാപരമായ ദാമ്പത്യമുള്ള കരിമീനുകളെ പ്രജനനം നടത്തി വിജയിക്കുന്നതിൽ ബിനോയ്ക്ക് പ്രത്യേക തന്ത്രം തന്നെയുണ്ട്. ആഴ്ചതോറും 5000 മുതൽ 10000 വരെ കരിമീൻ കുഞ്ഞുങ്ങളാണ് പമ്പ ഹാച്ചറിയിലെ വിൽപ്പന. കൃത്യമായി പ്രാണവായു നിറച്ച് അത് തേടി വരുന്നവർക്ക് എണ്ണി നൽകുവാൻ ഭാര്യ സൗമ്യ മുന്നിൽ തന്നെയുണ്ട്.
ജലാശയത്തിലെ മീൻ കൊയ്ത്ത് മനസ്സിൽ കുളിരുകോരുന്ന ഒരനുഭവമാണ്. ഏത് അരസികനെയും അത് ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. ഒരു ചെറു മീൻ കൊയ്ത്ത് എപ്പോഴും നടത്തുവാൻ ബിനോയ് റെഡി. വട്ടത്തിൽ വീശുന്ന വട്ടവലയാണ് ഇതിന് ആശ്രയം. ആദ്യം തന്നെ തീറ്റയെറിഞ്ഞ് മത്സ്യങ്ങളെ വെള്ളത്തിന് മുകളിൽ കൊണ്ടുവരികയാണ് തന്ത്രം. വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പ്രത്യേക ഫ്ലോട്ടിംഗ് ഫീഡുകളാണ് ഇതിനായി ഉപയോഗിക്കുക. വല വിരിച്ചാൽ മീൻ ചാട്ടം കാണാം. ചിലരൊക്കെ അപ്പോഴേ പുറത്തു കിടക്കും. എങ്കിലും വലിച്ചടിപ്പിക്കുക ഒരു ഹരമാണ്. ആദ്യ കൊയ്ത്തിൽ വന്നു കയറിയത് വലിയൊരു ഭാരം തന്നെ. വലയടിപ്പിക്കുമ്പോഴേ മീൻ പിടപ്പ് കേൾക്കാം. വല കരയിൽ കയറ്റുവാൻ ബിനോയിയെ സഹായിച്ചു. ആദ്യം വന്നതൊക്കെയും തിലാപ്പിയയുടെ ബ്രീഡേഴ്സാണ്. ആഫ്രിക്കൻ സ്വദേശിയായ മത്സ്യമാണ് തിലാപ്പിയ. തായ്ലൻഡിൽ നിന്ന് 1952 ഇവ കേരളത്തിലെത്തിയത്. പാർശ്വം പതിഞ്ഞ് ദീർഘവൃത്താകൃതിയിലുള്ള മേനി കരിമീനെയും വെല്ലും. മുതുച്ചിറകിൽ 17ഓളം കൂർത്ത മുള്ളുകൾ തിലാപ്പിയയ്ക്കുമുണ്ട്. രുചിയിൽ മുമ്പനാണ് തിലാപ്പിയ. 3-ാം മാസം തന്നെ പ്രായപൂർത്തിയെത്തുന്ന തിലാപ്പിയയുടെ ആൺപെൺ ജോഡികളെ വർഷത്തിൽ 10 മുതൽ 15 പ്രാവശ്യം വരെ പ്രജനന സജ്ജരാക്കാം. ഓരോ പ്രജനനത്തിലും 900 മുതൽ 1000 വരെ മുട്ടകളാണ് തിലാപ്പിയ നിക്ഷേപിക്കുക. തിലാപ്പിയ ഉള്ള കുളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊയ്ത്ത് വേണം. അല്ലെങ്കിൽ മുട്ടകൾ വിരിഞ്ഞ് മത്സ്യങ്ങൾ പെരുകി വെള്ളത്തിലെ പ്രാണവായുവിൻ്റെ അളവ് കുറയും. ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ബിനോയ്ക്കുണ്ട്. തിലാപ്പിയ പ്രജനന ജോഡികളായും പമ്പ ഹാച്ചറിയിൽ നിന്ന് കർഷകർക്ക് നൽകുന്നുണ്ട്. ആദ്യത്തെ 6 ആഴ്ച വളർച്ച കൊണ്ട് തന്നെ 180 മുതൽ 200 ഗ്രാം വരെ തൂങ്ങുന്നവരാണ് പമ്പ ഹാച്ചറിയിലെ തിലാപ്പിയ കുഞ്ഞുങ്ങൾ. മറ്റൊരു കുളത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. മേൽവല വിരിച്ച് പ്ലവകങ്ങൾ വളർന്ന് ഹരിതമായി നിറഞ്ഞ് മേൽവല വിരിച്ച സുന്ദരമായ ഒരു കുളം. അവിടെ വിദേശ മത്സ്യങ്ങൾക്കാണ് സ്ഥാനം. സാക്ഷാൽ നൈൽ നദിയിലെ വീരനായ പിരാനയുടെ വകഭേദമായ റെഡ് ബെല്ലീഡ് നട്ടറാണ് ഇവിടെ താരം. വല വിരിക്കുമ്പോഴേക്കും അവൻ കുളത്തിൻ്റെ ഓരം പറ്റി നീങ്ങിക്കഴിഞ്ഞു. ശത്രുഭയത്താൽ ഒളിഞ്ഞു നിൽക്കുന്നവരെ ആകർഷിക്കണം. അതിനും തീറ്റയേറിയലാണ് തന്ത്രം. ഒരു വലവീശലിൽ നൈൽ നദിയുടെ ഓമനകൾ തന്നെ കയറി. റെഡ് ബെല്ലീഡ് നട്ടർ, ആലപ്പുഴക്കാർ ആവോലി മച്ചാൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന മത്സ്യം. രുചിപ്രിയരുടെ സ്വന്തമാണ് ആവോലി മച്ചാൻ. വയറിനടിയിൽ നേർത്ത അഗ്നിയുടെ ശോഭ പടരും. കടലിലെ ആവോലിക്ക് സമാനമായ രുചി. വറുക്കാൻ വെച്ചാൽ എണ്ണ ലവലേശം വേണ്ട. മീനിൽ നിന്ന് താനെ നെയ്യിറങ്ങി വരും. വയലും കണ്ടൽക്കാടുമൊക്കെ നിറഞ്ഞ കുട്ടനാടൻ പ്രകൃതിയിൽ നന്നായി വളരാൻ തയ്യാറാണെന്ന് തെളിയിച്ചവരാണ് റെഡ് ബെല്ലീഡ് നട്ടർ. 6-ാം മാസം കൊണ്ട് തന്നെ 300 മുതൽ 450 ഗ്രാം വരെ ഭാരം വയ്ക്കാൻ അവർ തയ്യാർ. കുളത്തിലെ ചീഞ്ഞളിഞ്ഞ അവശിഷ്ടങ്ങളും ജന്തുപ്ലവകങ്ങളും തീറ്റയാക്കും. എങ്കിലും കടലപ്പിണ്ണാക്ക്, ധാന്യപ്പൊടി, പെല്ലറ്റഡ് തീറ്റ എന്നിവയുടെ മിശ്രിതം ബിനോയ് ദിനവും നൽകുന്നുണ്ട്. കാൽനൂറ്റാണ്ട് കാലത്തെ കരുത്തുമായി മത്സ്യകൃഷി രംഗത്തെ ചെറുപ്പക്കാരനായ ബിനോയ് നമ്മോടൊപ്പം ഉണ്ട്. ചില വിവരങ്ങൾ ഹരിതസുന്ദരവുമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നമസ്കാരം ബിനോയ്. നമസ്കാരം. സാധാരണ ഈ കർഷകരെ പോലല്ല ബിനോയ്. കാരണം കുറച്ച് സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ആരാധകരെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഓ ഇല്ല, അങ്ങനൊന്നുമില്ല. അത് പണ്ട് തൊട്ടേ നമ്മൾ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഈ മത്സ്യകൃഷിയായിട്ട് ഫാദറായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ കൊച്ചിലെ തൊട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഈ ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ ഈ പാടവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ ചെത്തി നടക്കുമ്പോൾ ഒത്തിരി ആളുകൾ ബിനോയെ പോലെ ആകാൻ മോഹിക്കുന്നുണ്ടോ? ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മളോട് ഒത്തിരി പേര് ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർ നമ്മൾ ഒത്തിരി പേര് ചോദിക്കുന്നത് നമുക്ക് ഇതേപോലെ ഈ സംരംഭത്തിൽ വന്നാൽ ശരിക്കും നേട്ടം കൊയ്യാൻ പറ്റുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിനുള്ള പ്രചോദനം കൊടുക്കുന്നുമുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യകൃഷി രംഗത്ത് നിൽക്കുന്ന പല ആളുകളെ ഞങ്ങൾക്കറിയാം. പലരും ഇത്രയും നാൾ ഉറച്ചു നിന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം പലരും വെള്ളത്തിൽ ഇറക്കി കാശ് പോയവരാ. അപ്പോൾ ബിനോയ് ഇങ്ങനെ ഇത് വാരിയെടുക്കുന്നതിൻ്റെ തന്ത്രം എന്താ? ഇനി നമ്മൾ ആദ്യകാലത്ത് തുടക്ക സമയത്ത് നമുക്ക് നഷ്ടമായിരുന്നു. ഇതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. 1-2 ആദ്യത്തെ ഒരു 3 കൃഷി വരെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഡ്രോബാക്ക് എന്താ? ആദ്യത്തെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. വെള്ളത്തിൻ്റെ അമ്ലത്വം ടെസ്റ്റ് ചെയ്യാനോ അല്ല വെള്ളത്തിൽ എങ്ങനെ ഒരു മത്സ്യകൃഷി എങ്ങനെ ചെയ്യാവുന്നതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതെങ്ങനെ വിജയകരമാക്കാം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ട് നമ്മൾ ഓരോരോ ആദ്യം ചെയ്തതിൽ വന്ന നഷ്ടം എന്തുകൊണ്ടാണ് നഷ്ടം വന്നതെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രതിവിധിയായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കൃഷി ചെയ്തത്. ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങളിൽ
ഇപ്പോൾ ധാരാളം മത്സ്യങ്ങളുണ്ട്. രോഹു ഉണ്ട്, കട്ട്ല, മൃഗാല്, അതിനൊക്കെ ചൈനീസ് കാർപ്പുകളുണ്ട്, അതുപോലെ തന്നെ തിലാപ്പിയ, റെഡ് ബെല്ലി, അങ്ങനെ വിവിധ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ഈ മത്സ്യങ്ങളിൽ ഏറ്റവും ഡിമാൻഡ്, ഏറ്റവും വിപണിപ്രിയമുള്ള മത്സ്യം ഏതാണ്? ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ലത് തിലോപ്പിയാണ്, ഹൈബ്രിഡ് തിലോപ്പിയ, ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയും. അത് ഗിഫ്റ്റ് കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യാത്തതുകൊണ്ട്. ഇപ്പോൾ കരിമീനോട് കിടപിടിക്കുന്ന രുചിയുള്ള മത്സ്യമാണ് ഇപ്പോൾ ഉള്ളതിൽ തിലോപ്പിയാണ് ഏറ്റവും ബെസ്റ്റ്. മാർക്കറ്റിൽ എത്ര രൂപ വിലയുണ്ട്? ഹോൾസെയിൽ റേറ്റ് നമുക്ക് 160 രൂപ വരെ കിട്ടുന്നുണ്ട്, റീറ്റെയിൽ 250 രൂപ വരെ ഉണ്ട്. കുളത്തിന്റെ ഓരം പറ്റി ചില പൊടിക്കൈകൾ കൂടി പമ്പ ഹാച്ചറിയിൽ പയറ്റുന്നുണ്ട്. ഇടം കുറഞ്ഞെങ്കിലും എല്ലായിടത്തുനിന്നും വരുമാനം വേണം എന്നതാണ് ഇവിടെ തന്ത്രം. അരുമപ്പക്ഷികളാണ് ഇവിടെ ഏറെ ആകർഷണം. അതാകട്ടെ ജോഡിക്ക് 4 സംഖ്യകളിൽ വില തൊടുന്ന കൊക്കറ്റീലുകൾ. ആസ്ട്രേലിയക്കാരികളായ സുന്ദരി തത്തകളാണ് കൊക്കറ്റീലുകൾ. തലയിൽ ഗന്ധകത്തൂവലുകളും കവിളിൽ ഓറഞ്ച് നിറത്തിലുള്ള മറുകുമുള്ള കൊക്കറ്റീലുകൾ ആരെയും ആകർഷിക്കും. സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, ഈണമുള്ള പാട്ടുപാടിയും ഹൃദയം കവരാൻ മിടുക്കികളാണിവർ. കൊക്കറ്റീലുകൾക്കായി വിസ്തൃതമായ കൂടാരങ്ങളാണ് ബിനോയ് തീർത്തത്. സൗമ്യയ്ക്കാണ് ഇതിൻ്റെ ചുമതല. യഥാസമയം കടല കുരിപ്പിച്ചത്, ഗോതമ്പ് മുളപ്പിച്ചത്, ചോളം എന്നിവയാണ് തീറ്റ. നന്നായി കഴുകിയ തിന കുതിർത്തും പക്ഷികൾക്ക് നൽകുന്നുണ്ട്. GI പൈപ്പുകളാൽ ഉയർന്നു നിൽക്കുന്ന കൂടുകളിൽ വലക്കമ്പികളാണ് അതിർത്തികളാകുന്നത്. 2 അടി നീളവും 1 അടി വീതിയും 1 അടി പൊക്കവുമുള്ള കൂടുകളിൽ ഒരു ജോഡി സസുഖം വാഴും. മുട്ടയിട്ട് വിരിയാൻ അടയിരിക്കൽ അറയായി മൺകലങ്ങൾ തന്നെ ആശ്രയം. എല്ലാ കൂട്ടിലും പ്രത്യേക തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. കറുപ്പും മഞ്ഞയും ഓറഞ്ച് നിറത്തിലുള്ള മറുകുമൊക്കെ സർഗാത്മകമായി പടരുന്ന പേൾക്കൊക്കറ്റിയിൽ ജനിതക വ്യതിയാനങ്ങളായ ലുട്ടിനോ, അൽബിനോ ഇവയൊക്കെ ബിനോയുടെ കൂടാരത്തിലുണ്ട്. അവയ്ക്ക് യഥാസമയം തീറ്റയും വെള്ളവുമൊക്കെ വെക്കാൻ സൗമ്യയും മകളും റെഡി. കുളത്തിന്റെ ഓരം ചേർന്ന് പ്രാവിൻ കൂടാരമുണ്ട്. പ്രാവിൻ കൂടാരത്തിൽ വിശ്വസുന്ദരികളായ പ്രാവുകൾക്കും സ്ഥാനമുണ്ട്. കുട്ടനാടാവുമ്പോൾ താറാവുകളില്ലാത്ത വീടില്ല. അസൽ കുട്ടനാടൻ താറാവുകളായ ചാരയും ചെമ്പല്ലിയെയും ബിനോയ് ഒപ്പം കൂട്ടി. താറാവിൽ 2 കാര്യം. പോഷക സമ്പുഷ്ടമായ മുട്ട കൂടാതെ താറാവുകൾ വെള്ളത്തിൽ നീന്തുമ്പോൾ പ്രാണവായുവിൻ്റെ അളവും വർദ്ധിക്കും. കോഴികളിലെ താരമായ സിൽക്കി കോഴികൾ കൂട്ടിനുണ്ട്. വെൺരോമ പട്ടുപുതച്ച മേനിയും ആകാശനീലിമയാർന്ന കവിളുകളും ചോരചുവപ്പൻ തൊപ്പിയുമാണ് സിൽക്കിയുടെ ആകർഷണം. വർഷത്തിൽ അധികമൊന്നുമില്ല, കേവലം 40ഓളം മുട്ടകൾ. എങ്കിലും അലങ്കാരക്കോഴികളുടെ മൂല്യമോർക്കുമ്പോൾ അതുമതിയെന്ന് അരുമസ്നേഹികൾ പറയും. ഒരു 5 സെൻറ്റ് സ്ഥലമുള്ള ആൾ പോലും ഈ മത്സ്യകൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ചെറിയ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വിനിയോഗിക്കാവും. 100%. വലിയ കുളങ്ങൾ വേണ്ട, ചെറിയ 1 സെൻറ്റ് കുളമുള്ള 1/2 സെൻറ്റ് കുളമുള്ളവർക്ക് പോലും സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള മീനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള സംവിധാനവും ഹെൽപ്പും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ മത്സ്യങ്ങളോട് ഈ ബിനോയ്ക്ക് അതിൻ്റെ ഒരു ഹൃദയം ബിനോയ്ക്ക് അറിയാം. കാരണം അതിനെന്താ വേണ്ടതെന്നുള്ള അറിയാം. അതെ, അത് നമ്മൾ ഡെയിലി മീൻ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ മീൻ നോക്കുമ്പോൾ എന്തെങ്കിലും അതിനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഓക്സിജൻ പ്രശ്നമോ അല്ലെങ്കിൽ ആഹാരം പോരാ എന്തെങ്കിലും ഡെയിലി ഒബ്സർവ് ചെയ്യുന്നവർക്ക് അപ്പോൾ ആ സെക്കൻഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ മീൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ആഹാരം പോരാതെ വരുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് പോരാതെ വരുന്നു, അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ട സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ 100% ഇത് വിജയം തന്നെയാണ്. ഈ ബിനോയുടെ അങ്ങനെ നോക്കിയാൽ ബിനോയുടെ വരുതിക്ക് നിൽക്കാത്തൊരു മത്സ്യം ഏതാണ്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാളാഞ്ചി സീബാസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് കാനബോളിക്കാണ്. നമ്മൾ ഇടും പരസ്പരം തിന്നുന്നത്. അതായത് ഞാൻ പരീക്ഷണാർത്ഥം ഒരു 10,000 മീൻ ആദ്യമേ സ്റ്റോക്ക് ചെയ്ത് നോക്കി. പക്ഷേ മാർക്കറ്റിൽ നല്ല വിലയുള്ള മീനാണ്, നല്ല ടേസ്റ്റാണ്, ഗ്രോത്ത് ഫാസ്റ്റാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്തിട്ട് നമുക്കതിന് സർവൈവൽ കിട്ടുന്നില്ല, തമ്മിൽ പിടിച്ച് തിന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ 10,000 മീൻ ഇട്ടിട്ട് എനിക്ക് ആകെ കിട്ടിയ 300 മീനാണ്. അത്ര ലോസ് വന്നു. പക്ഷേ നല്ല മത്സ്യമാണ്, ഭയങ്കര വിപണനമുള്ളതും ഇതുമാണ്. പക്ഷേ നമുക്കത് 2-3 പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കാഴ്ചയിലൊരു സിനിമാ താരത്തിൻ്റെയൊക്കെ ഒരു മുഖഭാവമുള്ള ബിനോയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചെറുപ്പക്കാരികളും നാളെ ബിനോയുടെ ഫാനാവാനൊരു സാധ്യതയുണ്ട്. അവരോട് എന്ത് ഉപദേശമാണല്ലോ? അവരെ സംബന്ധിച്ച് ഒരു കാരണവശാലും മത്സ്യകൃഷിയിൽ പേടിച്ച് അറച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് കാലെടുത്ത് വെച്ചോ, 100% ഇത് വിജയമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് 100% നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് വെള്ളത്തിലിറങ്ങി വീണിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചാൽ ധൈര്യമായി അവർക്ക് പഴവീടേക്ക് വരാം. അവിടെ ബിനോയ് ഉണ്ട് എന്നുള്ളൊരു സൂചനകളാണ് നൽകുന്നത്. വലിയ സന്തോഷം. മത്സ്യങ്ങളെ കാണാനെത്തുന്നവർക്ക് വീടിന്റെ പടിപ്പുരയിൽ തന്നെ ജലാശയമൊരുക്കിയിരിക്കുകയാണ് ബിനോയ്. ബിനോയിയോടൊപ്പം അതിലേക്കൊന്നിറങ്ങി. പെരുമീൻ വിളയാട്ടമാണ് ഇവിടെ. പെറു രാജ്യത്തിന്റെ ഓമനകളായ ഷാർക്ക് മത്സ്യങ്ങളുടെ താവളം.
പെടപെടപ്പനാണ് ഷാർക്ക്, കയ്യിൽ ഒതുങ്ങില്ല. ചെതുമ്പലുകളില്ലാത്ത ഷാർക്ക് രണ്ടിനമുണ്ട് പമ്പ ഹാച്ചറിയിൽ, കറുപ്പും വെള്ളയും. പിടിച്ചാൽ പിടിച്ചിടത്ത് നിൽക്കുന്നവരല്ല ഇവർ. ബാർബലുകൾ അഥവാ തൊങ്ങലുകൾ വായ്ക്കു ചുറ്റുമുണ്ട്. പൂച്ചയുടെ മീശരോമം പോലുള്ള ഈ തൊങ്ങലുകളാണ് ഷാർക്കിനെ പ്രശസ്തമാക്കിയത്. രണ്ടുപേർ പിടിച്ചാൽ അവർ നിൽക്കണമെന്നില്ല, കുതറിമാറും. ഒരു വട്ടവലയായിരുന്നു ഞങ്ങൾക്കാശ്രയം. അതിൽ കോരാവുന്ന റെഡ് ബെല്ലിയെ കോരി. വെള്ളത്തിൽ പടക്കം പൊട്ടിച്ചു മറിയുന്നവരാണ് റെഡ് ബെല്ലികൾ. ശുദ്ധജല തടാകത്തിലായതുകൊണ്ടാവാം വയറിലെ അഗ്നിനിറം വന്നില്ല. 1 വർഷം കൊണ്ട് തന്നെ 1 കിലോ തൂക്കമെത്തുന്ന റെഡ് ബെല്ലിയുടെ നെട്ടർ കുട്ടനാടിന്റെ മത്സ്യപ്രേമികളുടെ ഇടയിൽ ഹരമാണ്. വട്ടവലയിൽ കോരിയെടുത്തത് കത്തിമത്സ്യം. ഒരു പുതുതാരമാണ് കത്തിമത്സ്യം. വായും ചുണ്ടുമൊക്കെ കൂർത്ത് ഏത് വലയും മുറിച്ച് മുന്നോട്ട് നീങ്ങാൻ അവൻ റെഡി. വളർച്ചയിൽ ഏതു മത്സ്യത്തെയും കത്തി തോൽപ്പിക്കും. രുചിയിൽ മുമ്പൻ തന്നെ കടൽ മത്സ്യങ്ങളോട് കിടപിടിക്കും. ഭാരതത്തിലെ മേജർ കാർപ്പ് മത്സ്യങ്ങളായ രോഹുവിനും കട്ലയ്ക്കുമൊക്കെ തടാകത്തിൽ സ്ഥാനമുണ്ട്. രോഹു കുളത്തിന്റെ മധ്യഭാഗത്ത് നീന്തുന്നവരാണ്. കട്ലയാകട്ടെ കുളത്തിന്റെ മുകൾ പരപ്പിലും. കട്ലയുള്ള കുളത്തിൽ കളവില്ല എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. കാരണം കള്ളന്മാർ വന്നാൽ ആദ്യം പിടിച്ചുകൊണ്ടുപോകുന്ന മത്സ്യം കട്ലയാണ്. അതുകൊണ്ട് കട്ലയെ കണ്ടാൽ കുളത്തിൽ മറ്റാരും വന്നില്ല എന്ന് മനസ്സിലാക്കണം. ഞൊറിച്ചുണ്ടുകളാണ് രോഹുവിനെങ്കിൽ കട്ലയുടെ കീഴ്ച്ചുണ്ടുകൾ അല്പം മുന്നോട്ട് വളഞ്ഞിരിക്കും. 2 വർഷം കൊണ്ട് പ്രായപൂർത്തിയാവുന്ന മേജർ കാർപ്പുകളുടെ കുഞ്ഞുങ്ങളെ ധാരാളം ഉൽപ്പാദിപ്പിച്ചു നൽകുന്നു പമ്പ ഹാച്ചറിയിൽ. ഫിഷറീസ് വകുപ്പിന്റെ ജലകൃഷി വികസന ഏജൻസിയുടെ നിരവധി പദ്ധതികൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നതും പമ്പ ഹാച്ചറി തന്നെ. മറിച്ച് ഫിഷറീസ് വകുപ്പിന്റെ എല്ലാ സഹായവും പമ്പ ഹാച്ചറിക്കുണ്ട് താനും. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിരുദ്ധൻ പ്രതികരിച്ചു. 2017-18 സാമ്പത്തിക വർഷം ശുദ്ധജല മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുളങ്ങളിലെ മത്സ്യകൃഷി കർഷകർക്ക് മത്സ്യവിത്തും ബാക്കി തീറ്റ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ പാടശേഖരങ്ങളിലെ മത്സ്യകൃഷി, കുട്ടനാടൻ പാടശേഖരങ്ങളിലെ മത്സ്യകൃഷി വികസിപ്പിക്കുന്നതിന് വേണ്ടി 900 ഹെക്ടറാണ് നമ്മുടെ ടാർഗറ്റ്. അതിന് മത്സ്യക്കുഞ്ഞുങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനുള്ള നടപടി പുരോഗമിച്ചു വരുന്നു. നമ്മൾ ഈ 2017-18 സാമ്പത്തിക വർഷം 50 ഹെക്ടർ അർദ്ധ ഊർജ്ജ മത്സ്യകൃഷി പദ്ധതി, അതിൽ കുളം ഒരു ശാസ്ത്രീയമായി തയ്യാറാക്കി റിനോവേറ്റ് ചെയ്ത് മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപ മുടക്കുന്ന കർഷകർക്ക് 1.5 ലക്ഷം രൂപ വരെ സബ്സിഡി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും കാർപ്പ് മത്സ്യങ്ങളാണ്. കാർപ്പ് ഇനങ്ങളായ കട്ല, രോഹു, മൃഗാൾ, സൈപ്രനസ്, ഗ്രാസ് കാർപ്പ് തുടങ്ങിയവ. പദ്ധതി നമ്മൾ പഞ്ചായത്തുമായിട്ട് ലിങ്ക് ചെയ്താണ് നടപ്പിലാക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും ഒരു കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ആ കോർഡിനേറ്റേഴ്സ് വഴി ആണ് നമ്മൾ കർഷകർ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും കോർഡിനേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. ആ കോർഡിനേറ്റർ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ കളക്ട് ചെയ്യുന്ന അപേക്ഷ കോർഡിനേറ്റർ ഫിഷറീസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുകയും അത് വേണ്ട പ്രോസസ്സിംഗ് നടത്തി അർഹരായ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇന്ന് വാഴ്ത്തപ്പെടുന്നവൻ നാളെ ഒന്നുമല്ലാതാകുന്നതാണ് മത്സ്യകൃഷി രംഗം. എന്നാൽ വെള്ളത്തിലിറക്കിയാൽ വെള്ളത്തിലാവാത്ത കൃഷി 2 പതിറ്റാണ്ട് പിന്നിടുന്നത് യുക്തിയും ഭാവനയും സമന്വയിപ്പിച്ചാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ നമ്മോട് പറയുന്നു. ഒന്ന് മനസ്സിലാകുന്നുണ്ട്, ഈ ചെറുപ്പക്കാരൻ വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കുന്നത് നീർമുത്തുകളല്ല, പൊൻപണം തന്നെയാണ്. ആഴത്തിലിറക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ് അതിനുള്ള ഇന്ധനം.